ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കൃഷ്ണ കഥകൾ വായിക്കുമ്പോഴൊക്കെ ചില വ്യക്തത, ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം നമ്മൾ പൊതുവെ ഹിന്ദു സമൂഹം കഥകൾ കേട്ട് വളർന്നവരാണ്. സോ നമ്മളെ സംബന്ധിച്ച സ്റ്റോറികളൊക്കെ കൃഷ്ണൻ എന്ന് പറയുന്ന അവതാരം ദേവകി ദേവിയുടെ വസുദേവപുത്രനായ കൃഷ്ണനെക്കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ഹിന്ദു ഫിലോസഫി, തത്വശാസ്ത്രം കൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പഠിക്കാത്തൊരു വിഷയമാണ് ഭാരതത്തിന്റെ ഈ തത്വസംഹിതകള്. ഇപ്പൊ കൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിന് 2-3 തലങ്ങളുണ്ട്. ഈ കൃഷ്ണൻ എന്ന വാക്കിന് 3 അർത്ഥങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. വെറും ഒരർത്ഥം മാത്രമല്ല. ഈ 3 അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാവുക. ഏതൊക്കെ അർത്ഥങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ? അവിടെയാണ് നമുക്ക് നോക്കാം. ഭാഗവതത്തിൽ തന്നെ നോക്കാം. നമ്മൾ തിരിച്ച് അവതാരം പറയുന്ന 3-ാം അധ്യായത്തിലേക്ക് പോകുന്നു. അവതാരം പറയുന്ന 3-ാം അധ്യായം, 10-ാം സ്കന്ധം 3-ാം അധ്യായം. അവതാരം എന്ന് പറഞ്ഞാൽ ഭാഗവത കൃഷ്ണാവതാരത്തെക്കുറിച്ച്. അവിടെ കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് ഭാഗവതത്തിൽ നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യം ദിശീന്തിരിവ പുഷ്കല. ഇതാണ് ശ്ലോകം. അതായത് അർത്ഥം പറയുന്നത്, രാത്രി, കൂരാക്കൂരിട്ടുള്ള രാത്രി, നിശീതേ ഉദ്ഭൂതേ, നല്ല കൂരാക്കൂരിട്ടുള്ള രാത്രിയില് ഭഗവാൻ ആവിരാസി പ്രകടമായി. ദേവക്യാം ദേവരൂപിണി, ദേവകീ ദേവിയിലൂടെ പ്രകടമായി. ഇവിടെ പ്രകടമായ കൃഷ്ണൻ, അവതരിച്ച കൃഷ്ണൻ എവിടെന്നാ അവതരിച്ചത്? എവിടെന്നാ വന്നിരിക്കുന്നത് കൃഷ്ണൻ? അപ്പൊ നമ്മളൊക്കെ കഥകൾ കേൾക്കുമ്പോൾ പറയാ വൈകുണ്ഠത്തിൽ നിന്ന് വന്നു എന്നൊക്കെയാണ്, അല്ലേ? ഇവിടെ എവിടെ നിന്ന് വന്നു എന്നാ പറയണത്? ആ ശ്ലോകം ശരിക്കും പഠിക്കണം നിങ്ങള്. എവിടെ നിന്നാണ് കൃഷ്ണൻ വരുന്നത്? ഈ വാക്കുകളൊക്കെ പഠിച്ചാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. എവിടുന്നാ കൃഷ്ണൻ വരുന്നത്? വിഷ്ണു സർവഗുഹാശയ. ആ വാക്ക് പഠിക്കണം. ഇപ്പൊ വിഷ്ണു സർവഗുഹാശയ. സർവഗുഹാശയ എന്ന് പറഞ്ഞാൽ, സർവ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ഗുഹ എന്ന് പറഞ്ഞാൽ ഹൃദയം. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നാണ് ഭഗവാൻ വരുന്നത്. അല്ലാതെ ആകാശത്തിനപ്പുറത്തൊരു വൈകുണ്ഠമുണ്ടെന്നൊന്നും ഭാഗവതം പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ കഥകളിൽ കേട്ടിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കുള്ള കൃഷ്ണൻ ആരാണ്, യഥാർത്ഥ കൃഷ്ണൻ ആരാണ്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര ഭക്തരായിട്ടും കാര്യമില്ല. ഇപ്പൊ ഗീതയിലേക്ക് പോവാം നമുക്ക്. 7-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകം. പല ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ ശരിക്കുള്ള കൃഷ്ണൻ ആരാണ്? ഹൂ ഈസ് ദ റിയൽ കൃഷ്ണ ആൻഡ് വേർ ഈസ് ഹി? അപ്പൊ ഭാഗവത്തിൽ പറയുന്നത് കൃഷ്ണനെ ശരിക്കും അവതരിപ്പിക്കുന്നത് ആരായിട്ടാണ്? ഭാഗവതത്തില് അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ പരംഭാവം അജാനന്ദ മമാവ്യയം അനുത്തമം. അവ്യക്തം മാം, മാം അവ്യക്തം, ഞാൻ അവ്യക്തമാണ്. അതായത് അവ്യക്തം എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പാണ് ഒരു രൂപത്തിലുള്ളവനല്ല എന്ന് വെച്ചാൽ ഞാൻ അത്യന്തം സൂക്ഷ്മമാണ്. അപ്പൊ അവ്യക്തമായ എന്നെ വ്യക്തിം മന്യന്തേ, കേവലം നിങ്ങളൊരു വ്യക്തിയായി മാത്രം കണ്ടുപോയാൽ അബുദ്ധയ, നിങ്ങൾ ആരാണ്?
ബുദ്ധിയില്ലാത്തവരാണ്. അപ്പൊ ഇത് നമ്മൾ ഹിന്ദുക്കൾ ക്ലാരിഫൈ ചെയ്യണം. അപ്പൊ എന്തിനാണ് ഈ രൂപങ്ങൾ തന്നിരിക്കുന്നത്? എന്തിനാ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത്? കൃഷ്ണൻ തന്നെ പറയുന്നു, ഞാൻ ഒരു വ്യക്തിയല്ല, എന്നെ വ്യക്തിയായി ആരാധിക്കുന്നത് ബുദ്ധിയില്ലാത്തവനാണ്. വീണ്ടും 9-11 ശ്ലോകം എടുക്കുക. ഗീതയില്, ഭഗവത്ഗീതയിൽ 9-11. അപ്പൊ അവിടെയും പറയുന്നത്, അവജാനന്തി മാം മൂഢ മാനുഷ്യം തനും ആശ്രിത പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാം മൂഢ, മൂഢ അവജാനന്തി, മൂഢ മൂഢന്മാര് ജാനന്ത അറിയുക, അവജാനന്ത അറിയുന്നു. എങ്ങനെയാണ് എന്നെ അറിയുന്നത്, മനസ്സിലാക്കുന്നത്? മാനുഷ്യം തനും ആശ്രിതം. മാനുഷ്യം മനുഷ്യന്റെ, തനു ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നവനായിട്ടാണ്. മനുഷ്യന്റെ ശരീരം ഉള്ളവനായി എന്നെ ആരെങ്കിലും അവജാനന്ത അറിയുന്നുവെങ്കിൽ അവര് മൂഢ, അവരാരാണ്? മൂഢന്മാരാണ്. അപ്പൊ നമ്മൾ ചോദ്യം വന്നു, അപ്പൊ ഭഗവാൻ ശരിക്കും ആരാണ്? ഭഗവാനെ എവിടെയാണ് നമ്മൾ കാണേണ്ടത്? എവിടെയാണ് ഭഗവാനെ അന്വേഷിക്കേണ്ടത്? എവിടെയാണ്? നിങ്ങൾക്കത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എത്ര അത് കേട്ടിട്ടും കാര്യമില്ല. എവിടെയാണ് നമ്മൾ ഭഗവാനെ കാണേണ്ടത്? എവിടെയാണ് ഭഗവാനെ അറിയേണ്ടത്? വീണ്ടും 13-ാമത്തെയും 28-ാം ശ്ലോകം എടുക്കുക. ഭാഗവതം, ഭാഗവതത്തിൽ 13-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകം. ഭാഗവതല്ല, സോറി, ഭഗവത്ഗീത. ഭാഗവതം 13-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങൾ നോക്കുക. ഭഗവത്ഗീത 14-28, ഭഗവത്ഗീത 13-28. എന്റെ നാക്ക് പഴയ്ക്കണം. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം. നോക്കൂ, പരമേശ്വരം തിഷ്ടന്തം, പരമേശ്വരം, പരമേശ്വരൻ തിഷ്ടന്തം. തിഷ്ടന്തം എന്ന് പറഞ്ഞാൽ തിഷ്ട, ഭഗവാൻ കുടികൊള്ളുന്നു. തിഷ്ട, കുടികൊള്ളുന്നു. എവിടെ? സമം സർവേഷു ഭൂതേഷു, സർവേഷു ഭൂതേഷു സമം, എല്ലാ ഭൂതങ്ങളിലും പരമേശ്വരൻ തിഷ്ടന്ത, സമം തിഷ്ടന്ത, എല്ലാവരിലും ഭഗവാൻ സമമായി കുടികൊള്ളും. വിനശ്യസ്സു, വിനശ്യസ്സു എന്ന് പറഞ്ഞാൽ വിനാശമുള്ള. വിനാശം ഏതിനാ ഉള്ളത്? വിനാശമുള്ളത് ഏതായിരിക്കും? ഈ ശരീരം. അപ്പൊ വിനാശമുള്ള ഈ ശരീരത്തിൽ അവിനശ്യസ്സു, ഭഗവാൻ എന്തില്ല? വിനാശമില്ല. യപശ്യതി സപശ്യതി, ആരാണോ ഉള്ളിൽ കാണുന്നത് അവരാണ് ഈശ്വരനെ കാണുന്നത്. അപ്പൊ പുറത്തല്ല ഈശ്വരൻ എന്ന് ഉറപ്പാണ്. ഈശ്വരനെ കാണേണ്ടത് എവിടെയാണ്? ഉള്ളിൽ തന്നെയാണ് കാണുന്നത്. വിനാശമുള്ള ഈ ശരീരത്തിൽ അവിനശ്വസ്സു, വിനശ്വസ്സു അവിനശ്വസ്സു. വിനശ്വസ്സു പറഞ്ഞാൽ ദാറ്റ് വിച്ച് വിൽ പെരിഷ്. ഏതാ പെരിഷ് ചെയ്യുന്നത്? ദാറ്റ് വിച്ച് വിൽ ഡൈ, ദാറ്റ് വിച്ച് വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. ഏതാണ്? ഈ ബോഡിയാണ്. ഇതിനകത്ത് അവിനശ്വസ്സു, ഇംപെരിഷബിൾ ആണ്, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, നാശമില്ലാത്തത്. കാരണം സൂക്ഷ്മമായതിന്, അത്യന്തം സൂക്ഷ്മമായതിന് എന്തുണ്ടാവില്ല? നിങ്ങൾ കൂടെ വന്നില്ല. സൂക്ഷ്മമായ ഒരു വസ്തുവിന് എന്തുണ്ടാവില്ല? നാശമുണ്ടാവില്ല. സ്ഥൂലമായ വസ്തുവിന് പരിണാമമുണ്ടാവും. അപ്പൊ ഭഗവാൻ പറയണു, ഞാൻ അത്യന്തം സൂക്ഷ്മമായതുകൊണ്ട് എനിക്കൊരിക്കലും നാശമില്ല. അപ്പം ഉള്ളിൽ കാണുന്നവനെ ശരിക്കും ഈശ്വരനെ കാണുന്നുള്ളൂ. ഇത് നമ്മളെ ആരും ട്രെയിൻ ചെയ്തിട്ടില്ല. ഏത്? എവിടെ കാണാൻ? അപ്പൊ നമ്മൾ പുറമേ കാണുന്നതൊന്നും ആരല്ല? ഭഗവാനല്ല എന്ന് ഉറപ്പിക്കണം. പുറമേ കാണുന്ന ഒരു രൂപമല്ല ഭഗവാൻ. അപ്പൊ ഭഗവാനെ കാണേണ്ടത് ഉള്ളിൽ തന്നെയാണ്. ഇനിയിപ്പോ നാരായണീയോ തന്നെയാ പഠിപ്പിക്കുന്നത്.
ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേ യതന്യൽ തൻവാ വാചാദിയാവാ ഭജതി ഭജന ക്ഷുദ്രദൈവ സ്ഫുടയ. നോക്കൂ നിങ്ങൾ, അന്യത് ഭജതി, ആരാണോ അന്യനായി ഈശ്വരനെ കാണുന്നത്, ക്ഷുദ്രത ഏവ സ്ഫുടയം. ക്ഷുദ്രത പറഞ്ഞാൽ വെരി നാരോ മൈൻഡിന് മാത്രമേ, അൺകൾച്ചേർഡ് മൈൻഡ് മാത്രമേ ഭഗവാനെ എവിടെ കാണുള്ളൂ? അന്യത് ഭജതി. അന്യത് ഭജതി പറഞ്ഞാൽ അന്യത് എന്ന് പറഞ്ഞാൽ അന്യൻ. അപ്പൊ പുറത്ത് കാണുന്നവന്റെ മനസ്സെന്ന് പറയുന്നത് ക്ഷുദ്ര മനസ്സാണ്. ദോസ് ഹു ആർ സീയിങ് ഗോഡ് ഔട്ട്സൈഡ്, their mind is uncultured, കൾച്ചർലെസ് മൈൻഡാണ്. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താ മനസ്സിലാവുക? അപ്പൊ നമ്മൾ ഇത്രയും കാലം എന്താ ട്രെയിൻ ചെയ്തത് മൈൻഡിനെ? ഭഗവാനെ എവിടെ കാണാനാണ്? അപ്പൊ ആ മൈൻഡ് കൾച്ചർലെസ് മൈൻഡാണ്, അൺകൾച്ചേർഡ് മൈൻഡാണ്. മനസ്സിലായില്ലേ? ക്ഷുദ്ര മനസ്സാണ്. അപ്പൊ ഇവിടെ ഭഗവാനെ കാണേണ്ടത്, എവിടെയാ കാണേണ്ടത്? ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഒന്ന് രണ്ട് ശ്ലോകങ്ങളൊക്കെ നോക്കാം, നിങ്ങൾ കൺവിൻസ്ഡ് ആവാൻ വേണ്ടി. ഭാഗവതം, തിരിച്ചു ഭാഗവത്തിലേക്ക് പോകാം. ഭാഗവത്തിൽ 14:55 14th ചാപ്റ്ററിൽ, ദശമാണേ, എല്ലാം ദശമാണ്, ദശമസ്കന്ധത്തിൽ 55 ശ്ലോക നമ്പർ 55, ചാപ്റ്റർ 14 ശ്ലോക 55, ചാപ്റ്റർ 14 ശ്ലോക 55. കൃഷ്ണം ഏനം അവേഹിത്വം, കാണുന്നുണ്ടോ? കൃഷ്ണം ഏനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം ജഗദ്ഹിതായ സോപ്യത്ര ദേഹീവഭാതി മായ. എന്താ പറയുന്നത്? കൃഷ്ണം ഏനം അവേഹി, കൃഷ്ണനെ അറിയണം. ആരായിട്ട് അറിയണം കൃഷ്ണനെ? ആത്മാനം അഖിലാത്മനാം. പറയൂ, അഖിലാത്മനം, അഖില ആത്മനാം, എല്ലാവരുടെയും ആത്മാവായി കൃഷ്ണനെ അറിയണം എന്നാണ് ആരോട് പറയുന്നത്? ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. എന്തിനാണ് പിന്നെ അവതരിച്ചത്? ജഗദ്ഹിതായ സോപ്യത്ര ദേഹീവഭാതിമായ. ഒരു അടുത്ത വരിയും കൂടി നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാൻസു ചരിഷ്ണുച ഭഗവത് രൂപമഖിലം നാന്യത് വസ്തു ഇഹ കിഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുതോ ജാനത, വാസ്തവികമായി നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണം സ്ഥാൻസു ചരിഷ്ണു, കൃഷ്ണൻ എല്ലാറ്റിലുമുണ്ട്. ഭഗവത് രൂപമഖിലം, അഖിലം ഭഗവത് രൂപം. അപ്പൊ ആരാണ് കൃഷ്ണൻ? ഒരു വ്യക്തിയാണോ? കൃഷ്ണൻ എന്നുള്ള വാക്കിന് എന്താ, വാട്ട് ഷുഡ് ബി ദ മീനിങ്? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അല്ല, എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നു, ആത്മാവാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ ഏത് അർത്ഥത്തിലാണ് എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ എടുക്കേണ്ട അർത്ഥം ശ്രദ്ധിക്കുക. മനസ്സിനെ ഉണർത്തുന്ന ബോധമാണ് കൃഷ്ണൻ. അങ്ങനെ അർത്ഥം എടുക്കണം. എന്താണ്? മനസ്സ് ഉണരും. നോക്കൂ, നിങ്ങൾ നോക്കൂ, യു ഒബ്സർവ് യുവർ സെൽഫ്. നിങ്ങൾ രാവിലെ എണീക്കുന്നത്, നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല. യു കാൺ വേക്കപ്പ്. യു ആർ ഹെൽപ്ലെസ്. നിങ്ങൾ നിങ്ങളുടെ ഈഗോ അങ്ങോട്ട് കൊണ്ടു നടക്കുകയാണ്. യു ആർ സോ adamant to think that you are waking up because of yourself. You cannot wake up, sir. നിങ്ങൾക്ക് ഒരിക്കലും വേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. Only after the mind wakes up, then only you are realizing that I woke up. Until then, you don't know what is happening. അപ്പൊ നിങ്ങളുടെ മൈൻഡ് വേക്കപ്പ് ചെയ്തിട്ടേ നിങ്ങൾ അറിയുന്നുള്ളൂ ഐ വോക്കപ്പ്. ആണോ? ഇത് നിങ്ങൾ കൺവിൻസ്ഡ് ആണോ? മനസ്സിലായില്ലേ? നിങ്ങൾ സ്വയം നോക്കൂ. നിങ്ങൾ ഞാൻ ഉണർന്നു എന്നെപ്പോഴാ അറിയുന്നത്? നിങ്ങൾക്ക് ഉണരാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ പോയിന്റ്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
നിങ്ങളുടെ മനസ്സിനെ ഉണർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ? നിങ്ങളുടെ മനസ്സിനെ ഉറക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് കിടക്കാനേ പറ്റുള്ളൂ. ഏത് പോയിന്റിലാണ് മൈൻഡ് ഉറക്കത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല. ദാറ്റ് പോയിന്റ് ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. അപ്പൊ യു ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ് അറ്റ് സർട്ടൻ പോയിന്റ് യു ഹാവ് നോ കൺട്രോൾ ഓവർ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് രാവിലെ വേക്കപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് യാതൊരു റോളില്ലേ, നിങ്ങൾക്ക് അറിയുന്നില്ലേ, യു ഡോണ്ട് നോ. അതുപോലെ ഉറക്കത്തിലേക്ക് പോകുന്നതിലും നിങ്ങൾക്ക് യാതൊരു റോളില്ല. അപ്പൊ എവിടുന്ന് മൈൻഡ് വന്നു? എവിടേക്കാണ് മൈൻഡ് പോകുന്നത്? അത് മനസ്സിലാക്കണം. മൈൻഡ് എവിടേക്കാണ്? ഉണരുമ്പോൾ ബോധമുണ്ടോ? ഉണ്ടോ? അപ്പൊ മൈൻഡ് എങ്ങോട്ടാ പോയത്? ബോധത്തിലേക്ക്. അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞില്ലേ, കിഴക്കെന്നാണ് സൂര്യൻ ഉദിക്കുന്നെങ്കിൽ കിഴക്കന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വെസ്റ്റിലാണ് കാണുന്നത് മാത്രം. കാരണം ഏത് പോയിന്റിൽ നിന്നാണോ പൊങ്ങി വരുന്നത് ആ പോയിന്റിലേക്കാണ് അത് എത്തിയിട്ടുള്ളത്. ആണോ? മനസ്സിലായില്ല. വെസ്റ്റിലാണ് സെറ്റ് ചെയ്തെങ്കിൽ പിറ്റേന്ന് വരേണ്ടത് വെസ്റ്റ് നിന്നാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ കാണുന്നത് കിഴക്കുന്നാണ്. ഈസ്റ്റ് നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെറ്റ് ചെയ്ത് എവിടെയാണ്? തിരിച്ചു പോയത് എവിടേക്കാണ്? ഈസ്റ്റിലേക്കാണ്. ഇതുപോലെ മൈൻഡ് രാവിലെ ഉണർന്നു വരുമ്പോൾ ബോധം ഉണരുന്നുവെങ്കിൽ മൈൻഡ് പോയത് ബോധത്തിലേക്കാണ്. മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പം ആ മനസ്സിനെ ഉണർത്തുന്ന ബോധമാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അഹം ആത്മാ ഗുഡാകേശ. അല്ലെങ്കിൽ വേണ്ട, 10-8 ആ ശ്ലോകം മറക്കുകയും ചെയ്യരുത് നിങ്ങൾ. ഗീത, ഭഗവത്ഗീത 10-8 ഇതൊന്നും രാവിലെ ഓർത്തു വെച്ചാൽ മതി നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉണർന്നു വന്നത് കൃഷ്ണനിൽ നിന്നാണ്. കൃഷ്ണനാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ആ കൃഷ്ണനെ ബോധത്തെ നമ്മൾ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു, ബോധത്തെ നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നു, ബോധത്തെ നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്നു, ബോധത്തെ നമ്മൾ അയ്യപ്പൻ എന്ന് വിളിക്കുന്നു. എല്ലാം ബോധം തന്നെയാണ്. പക്ഷെ ഒരേ ബോധത്തെ തന്നെയാണ് നമ്മൾ പല പേരുകൾ വിളിക്കുന്നത്. 10 എന്താ പറയണത്? 8 അഹം സർവസ്യ പ്രഭവ. സർവസ്യ, എല്ലാറ്റിന്റെയും പ്രഭവ കേന്ദ്രം ആരാണ്? ഞാനാണ്. മത്തസർവം പ്രവർത്തത. എന്നിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാം ഉണർന്നു വരുന്നത് ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. ആ ബോധത്തെ തന്നെയാണ് കൃഷ്ണനെന്നും ആ ബോധത്തെ തന്നെയാണ് ശിവനെന്നും അയ്യപ്പനെന്നും സുബ്രഹ്മണ്യനും. ഇതെല്ലാം നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരും സഹസ്രനാമനേ പുരുഷായ. ഒരേ പുരുഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒരേ സത്യത്തെ നമ്മൾ അയ്യപ്പനെന്നും കൃഷ്ണനെന്നും രാമനെന്നൊക്കെ വിളിക്കുന്നു. ഇവരൊന്നും വേറെ വേറെയല്ല. ഇൻ എസൻസ് ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ വീട്ടില് പെൺകുട്ടികളെ വിളിക്കുന്ന പോലെ, പെൺകുട്ടികളെ ഇപ്പം ഒരു ബ്രദർ ആണെങ്കിൽ വിളിക്കും എടി എന്നിത്തിരി ഫ്രീഡം ഒക്കെ എടുക്കും അല്ലേ? അമ്മ മോളെ എന്ന് വിളിക്കും, അച്ഛൻ അതിനേക്കാളും മോളെ എന്നൊക്കെ വിളിക്കും. അത് കഴിഞ്ഞ് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ ഭാര്യ എന്ന് വിളിക്കും അല്ലേ? ഇനി അവളുടെ മക്കളുണ്ടെങ്കിൽ അമ്മയെന്ന് വിളിക്കും. ആണോ അല്ലയോ? ഇതുപോലെ തന്നെ ജോലി സ്ഥലത്ത് വേറെ വല്ലതും വിളിക്കും. അപ്പൊ ഒരേ ആളെ തന്നെയാണ് പല പേരുകൾ വിളിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ് എന്നതുപോലെയാണ് ഒരേ സത്യത്തെയാണ് അയ്യപ്പനെന്നും രാമനെന്നും കൃഷ്ണനെന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇൻ എസൻസ് ഇവരെല്ലാം മനസ്സിനെ ഉണർത്തുന്ന ബോധമാണ്. ഇത് മറക്കരുത്. അപ്പൊ ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? മനസ്സിനെ ഉണർത്തുന്ന ബോധമാണ്. അത് ക്ലിയർ ആവണം നമുക്ക്. കാരണം മനസ്സ് ഉണർന്നു വരണമെങ്കിൽ എന്ത് വേണം? ബോധം വേണം. ഞാനല്ല മനസ്സിനെ ഉണർത്തുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഈ പോയിന്റ് ക്ലിയർ ആയാൽ പിന്നെ എളുപ്പമാണ്. അതുകൊണ്ട് കൃഷ്ണനെ കാണേണ്ടതും എവിടെയാണ്? ഉള്ളിലാണ്. ഉള്ളിൽ തന്നെയാണ് കാണേണ്ടത്. അപ്പോ ഒരു ശ്ലോകം കൂടി നോക്കാം. ഇത് ഉദ്ധവര് യശോദാദേവിയോടും നന്ദഗോപരോടും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉദ്ധവദൂതില് 46-36 ദശമസ്കന്ധം 46-36 46-36
46 47 ആണ് ഉദ്ധവദൂത്. അതിൽ 36 മാ ഗിദ്യതം മഹാഭാഗ ദൃഷ്ടത കൃഷ്ണമന്തികെ അന്തർഹൃദി സബൂധാനാം ആസ്തേ ജ്യോതിരിവൈദസി എന്ന് കാണാം. കണ്ടോ എന്താ പറയണത്? മാ ഗിദ്യതം, നിങ്ങൾ ദുഃഖിക്കരുത്, ഇരുന്ന് ദുഃഖിക്കരുത്. അയ്യോ എന്താ ദുഃഖിക്കാൻ കാരണം? 14 വർഷം കൃഷ്ണൻ യശോദാദേവിയുടെ പുത്രനായി ജീവിച്ച് അതിനുശേഷം കൃഷ്ണൻ മധുരയിലേക്ക് പോയി. അതുവരെ താലോലിച്ച് വാത്സല്യത്തോടെ വളർത്തി, അങ്ങനെയൊക്കെ പാല് കൊടുത്ത്, അല്ലേ, പാലന പോഷണ പ്രീലന ലാളനൊക്കെ ചെയ്ത് വളർത്തിയ കൃഷ്ണൻ 14 വർഷം കഴിഞ്ഞ് നേരെ എങ്ങോട്ട് പോയി? മധുരയിലേക്ക് പോയി. അപ്പൊ യശോദയ്ക്ക് വലിയ ദുഃഖം. അയ്യോ, ഞാൻ ഇത്രയും കാലം മാറ്റുനോറ്റു വളർത്തിയ എന്റെ ഉണ്ണി ഇനി എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, എന്റെ ഉണ്ണിയല്ലല്ലോ, ദേവകിയുടെ പുത്രനല്ലേ, എനിക്കിനി കുട്ടിയെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു മാതൃത്വം അമ്മയ്ക്ക് നഷ്ടമായി. കാരണം അമ്മയല്ല കൃഷ്ണന്റെ അമ്മ, ശരിക്ക് ദേവകിയാണ് എന്നറിയാണ്. അപ്പൊ ഈ ഒരു സങ്കടമുള്ള യശോദാദേവിയോടാണ് ഇവിടെ ഉദ്ധവര് പറയണത്, മാ ഗിദ്യതം മഹാഭാഗ, ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ. കൃഷ്ണനെ ഇത്രയും കാലം വളർത്താൻ പറ്റിയില്ലേ? ദൃഷ്ടത കൃഷ്ണമന്തികെ, എവിടെയാണ്? അന്തർഹൃദി. എവിടെ കാണേണ്ടത്? പുറത്താണോ കാണാൻ പറഞ്ഞത്? എവിടെ കാണാൻ പറഞ്ഞത്? ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല, ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇനി വേറൊരു ശ്ലോകം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛനായ വസുദേവരൻ കൃഷ്ണനോട് കുറേ സങ്കടങ്ങൾ പറയും. ജീവിതത്തിലുണ്ടായ പല വിഷമങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയും. അപ്പോഴും കൃഷ്ണൻ പറയുന്നത് എന്താ അറിയോ? എന്നോട് ഈ ദുഃഖങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല പറയാൻ കാരണം? എന്തായിരിക്കും കാരണം? യു ഷുഡ് നോട്ട് ടോക്ക് ഓൾ ദീസ് പ്രോബ്ലംസ് ടു മീ എന്ന് പറയാൻ കാരണം എന്താണ്? എന്തായിരിക്കും അതിന്റെ ഒരു സൈക്കോളജി? എന്തായിരിക്കണം? അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലം പറയാൻ കാരണം എന്താണ്? നിങ്ങളുടെ ശ്രദ്ധ പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, എന്ത്? ആ ശ്രദ്ധയെ അതിൽ നിന്നും മാറ്റാൻ. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. യു ആർ സോ അഡിക്റ്റഡ് ആണ്. നിങ്ങൾ സ്ലേവ് ആണ് അതിന്റെ, നിങ്ങൾ വിക്റ്റിമാണ്, നിങ്ങൾ വളരെയധികം വീക്കാണ്. അതുകൊണ്ട് നിങ്ങൾ അതന്നെ വീണ്ടും വീണ്ടും ഗൾപ്പ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും അത് ചൂ ചെയ്യുന്നു, വീണ്ടും അതന്നെ വീണ്ടും ഓർക്കുന്നു. സോ നിങ്ങൾ തന്നെ നിങ്ങളെ വിക്റ്റിമാക്കിക്കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് മീ, ഐ ആം റെസ്പോൺസിബിൾ. എന്നെ അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. അതുകൊണ്ട് അച്ഛനോട് പറയാണ്, എത്രമാത്രം അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ദാറ്റ് ഐ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. കൃഷ്ണൻ എത്രമാത്രം എന്റെ ഒരു പ്രോബ്ലം മാറ്റിത്തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ അത്രയും സ്ട്രെങ്ത് ആരിലുണ്ട്? ആരിലുമുണ്ട്? അച്ഛനിലുമുണ്ട്. ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കൃഷ്ണനോട് പറയുമ്പോൾ കൃഷ്ണൻ പറയാണ്, യു ആർ ഓൾ എക്സ്പെക്ടിങ് ദാറ്റ് ഞാൻ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തു തരും. അത്രയും സ്ട്രെങ്ത് ആരിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? എന്നിൽ അത്രയൊക്കെ സ്ട്രെങ്ത് ഉണ്ടോ? എന്നിൽ അത്രയൊക്കെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ? പറ്റുമോ നിങ്ങൾക്ക്? അതെന്തുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? കാരണം നമ്മുടെ മൈൻഡ് അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്. അപ്പൊ ആദ്യം ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം, പിന്നെ അടുത്ത പടി നോക്കാം. എവിടെയാണ് നമ്മൾ ഈ കൃഷ്ണനെ അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് എവിടെയാണ് കാണേണ്ടത്? അത് യു റിയലൈസ് ഇറ്റ് ഈസ് ദെയർ വിത്തിൻ യുവർ സെൽഫ്. അപ്പൊ അച്ഛനോട് പറയാണ്, 85 ചാപ്റ്റർ 85, ദശമസ്കന്ധം 85, ശ്ലോക 23, ചാപ്റ്റർ 85, ശ്ലോക 22-23. ലോകതത്വ വിചക്ഷണ
എന്താണ്? 23 അഹം യൂയം അസോ ആര്യ ഇമേച്ഛദ്വാരകൗകസ സർവേപ്യേവം യദുശ്രേഷ്ഠ വിമർശ്യ സചരാചരം ആത്മാഹേക നിത്യോന്യോ നിർഗുണോ ഗുണൈ. അഹം, അഹം മീൻസ് അച്ഛൻ കൃഷ്ണൻ പറയാണ് മീ, ഞാൻ, അഹം. യൂയം, യൂയം മീൻസ് യു. ഇവിടെ ആരോടാ പറയണത് യൂയം? അച്ഛനോട്. യൂയം അസോ ആര്യ, ബലരാമൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ ബലരാമൻ. ദ്വാരകൗകസ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദ്വാരക. സർവേബി, സർവേബി പറഞ്ഞാൽ എല്ലാവരും. ആത്മാ ഹി ഏക, ഒരേ ആത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആരും സുപ്പീരിയറും അല്ല, ആരും ഇൻഫീരിയറും അല്ല. ഇപ്പൊ കൃഷ്ണനിൽ എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി നമ്മളിലുമുണ്ട്. അപ്പൊ നമ്മുടെ പ്രോബ്ലം ആരാ പരിഹരിക്കേണ്ടത്? നമ്മൾ തന്നെ പരിഹരിക്കണം. അപ്പം ഇവിടെ നമ്മൾ കൃഷ്ണനെ ആരായിട്ടാ കാണേണ്ടത്? കൃഷ്ണനെ ശരിക്കും ആരായിട്ടാ കാണേണ്ടത്? ദ റിയൽ കൃഷ്ണൻ ആരാണ്? ഈ ആത്മാവ് എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥം എടുക്കുന്നത്? മനസ്സിനെ ഉണർത്തുന്ന ബോധമാണ് കൃഷ്ണൻ. പഠിക്കണം. അപ്പൊ അടുത്തൊരു ചോദ്യം, ഇത് ആണ് കൃഷ്ണനെങ്കിൽ അവതരിച്ച കൃഷ്ണനെ നമ്മൾ ആരായിട്ട് കാണണം? അവതരിച്ച കൃഷ്ണനെ ആരായിട്ട് കാണണം? അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപഭാവം. ഒന്ന് ഗുരുവായും, രണ്ട് ഉപാസനാമൂർത്തിയായും. ആരായിട്ട്? അപ്പൊ നമ്മൾ ഈ പൂജയൊക്കെ വെക്കുമ്പം അതാരാണ്? ഉപാസനാമൂർത്തി. അപ്പൊ എന്തിനാ ഉപാസന ചെയ്യുന്നത്? എന്തിനാണ് ഈ കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത്? എന്തിനാണ് ഈ രൂപങ്ങളൊക്കെ? എന്തിനാണ് ഈ വിഗ്രഹങ്ങളൊക്കെ? ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ല, നിങ്ങളുടെ തലയിൽ ക്ലിയർ അല്ല. ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തപ്പില്ല. എന്തിനാണ് ഈ വിഗ്രഹം? വൈ വി നീഡ് ഐഡൽ വർഷിപ്പ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത, പക്ഷെ നിങ്ങളുടെ തലയിൽ നിൽക്കുന്നില്ല ആ ചോദ്യം. ഞാനിതൊക്കെ പറഞ്ഞു തന്നാ നിങ്ങൾക്ക്. യു ആർ നോട്ട് പിക്കിംഗ് അപ്പ് ദ പോയിന്റ്. സാലൂക്യ, ആ വാക്ക് വിട്ടുപോരുത്. അത് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഫൂളിഷ്നെസ്സാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കണം. ഇതിനാണ് വിഗ്രഹാരാധന. ആ ക്ലാരിറ്റി ഉണ്ടാവണം നമുക്ക്. ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ തലകുത്തി നിങ്ങൾ മറന്ന് നിങ്ങൾ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ യു ആർ നോട്ട് ഡൂയിങ് പ്രോപ്പർ വർഷിപ്പ്. യു ആർ നോട്ട് ഗെറ്റിംഗ് ടു ദ പോയിന്റ്. നിങ്ങൾ വെറുതെ അമ്പലത്തിൽ പോവാണ്. നോ യൂസ് അറ്റ് ഓൾ. ഇപ്പൊ നിങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയത് കൊണ്ടാണ് മെന്റലി സ്ട്രോങ് അല്ലാത്തത്. അതുകൊണ്ടാണ് ഈവൻ യു ആർ ഏജിങ്, യു ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദ പ്രോബ്ലം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല ക്രൈസിസും നിങ്ങളെ അപ്സെറ്റ് ആക്കുന്നത്. നിങ്ങൾ വെറുതെ അമ്പലത്തിൽ വെറുതെ സമയം കളഞ്ഞു മാത്രം. നേരെ മറിച്ച് നമുക്ക് ഇത്രയും അറിയണം, നമ്മളൊരു അമ്പലത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ 4 നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്തുവോ, നിങ്ങൾക്ക് ക്ലിയർ അല്ല സബ്ജക്ട്. ഏതൊക്കെയാണ്? നിങ്ങളത് ചെയ്തിട്ട് ശീലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേഗം മനസ്സിലാവും. നിങ്ങൾ ചെയ്യുന്നവരല്ല, നിങ്ങളത് ചെയ്യാത്തവരായതുകൊണ്ടാണ് നിങ്ങൾക്കത് ഉത്തരം വരാത്തത്. വെൻ യു ആർ റെഗുലർലി പ്രാക്ടീസിങ് ദാറ്റ് നിങ്ങൾക്ക് ആൻസർ വരും. അതുകൊണ്ടാണ് പലരും ഫൂളിഷ്നെസ്സിലെ അമ്പലത്തിൽ പോകും, പലരും പൂജാമുറിയൊക്കെ വയ്ക്കും. ഓൾ വേസ്റ്റ് ഓഫ് ടൈം. സത്യം പറയണേ, നിങ്ങൾക്ക് വേദനിക്കുന്നത് വരുന്നത്. ഇറ്റ് ഈസ് ഓൾ വേസ്റ്റ് ഓഫ് ടൈം. കാരണം നിങ്ങൾ ഇവോൾവ് ആവുന്നില്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഇറ്റ്? നമ്മൾ നല്ലൊരു എക്സ്പെൻസീവ് കാറ് കൊണ്ടുവച്ചു, ഇപ്പൊ BMW അല്ലെങ്കിൽ മെർസിഡീസോ അല്ലെങ്കിൽ ഫെരാരിയൊക്കെ വാങ്ങിച്ചു, പോട്ടെ, കാശ് പോട്ടെ, 3 കോടി പുല്ല്. പക്ഷെ അത് ഗാരേജിൽ കിടന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്കത് ഓടിക്കാൻ പറ്റില്ല. കാരണം മുട്ടോ തട്ടോ പെയിന്റ് പോവോ, അവിടെ കിടന്നു. അവിടെ എന്താ കാര്യമുള്ളത്? ആർക്ക് വേണ്ടിയിട്ട്? ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ചില പേനകളൊക്കെ ആരെങ്കിലും തന്നാൽ പിന്നെ എഴുതാന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കും. എക്സാമിനേഷൻ എഴുതാന്ന്. കുറെ കഴിഞ്ഞ് എക്സാമിനേഷൻ നോക്കുമ്പോൾ അത് എഴുതേയില്ല. ആ മഷി മുഴുവൻ കേടുവന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും.
അങ്ങനെ ചില സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പിന്നെ കേടുവന്നിട്ടില്ലേ? കേടുവന്നിട്ടില്ല. നാളെ കഴിക്കാം ഈ ആപ്പിള് എന്ന്, നാളെ നോക്കുമ്പോൾ അതിന്റെ ഉള്ളു മുഴുവൻ കേടുവന്നിട്ടുണ്ടാകും. അല്ലേ? ശരിയല്ലേ? ഇതുപോലെയാണ്. നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്താ ഉത്തരമില്ല? നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം വരുന്നില്ല. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അത് ഉറയ്ക്കണം. അത് ഇന്ന് പോയിട്ട് 108 പ്രാവശ്യം എഴുതി പഠിക്കണം. ഇതിങ്ങനെ എഴുതി പഠിക്കണം. ഞാൻ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഞാൻ എന്തിനാ പൂജാമുറിയിലിരിക്കുന്നത്? ഞാൻ എന്തിനാ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? അത് നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കണം. അപ്പോഴാണ് അതിന്റെ പേരാണ് ഉപാസന. അതിന്റെ പേരാണ് ഉപാസന. ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയിട്ടും ഒരു കാര്യമില്ല. വേസ്റ്റ് ഓഫ് ടൈം. കാരണം നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവില്ല, മെന്റലി നിങ്ങൾ ഇവോൾവ് ആവില്ല, മെന്റലി നിങ്ങൾ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾക്കാണ് എന്റെ ജീവിതം, അല്ലെങ്കിൽ ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്. ഏതൊക്കെ? സാലോക്യ, സാമീപ്യ, സാരൂപ്യ. സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം എന്നാണ്. അത് ഉള്ളിൽ അങ്ങനെ ഉറയ്ക്കണം ആ വാക്ക്. സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം. ഇത് നിങ്ങൾ വീട്ടിൽ പൂജാമുറിയിൽ നിങ്ങൾ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആരാധന കൂടുതൽ കൂടുതൽ എന്തായി? ഈ ബോധത്തിലേക്ക് വരും. അതായത് ബോധത്തിലേക്ക് എത്തൽ അത്ര എളുപ്പമല്ല. ഇത് ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മനസ്സിനെ ഉണർത്തുന്ന ബോധത്തിലേക്ക് കടക്കൽ എന്ന് പറയുന്നത് ഒരു പോൾ വാൾട്ട് കളി പോലെയാണ്. പോൾ വാൾട്ട്, ബാറ് വെച്ച് ആ ബാറിനപ്പുറത്തേക്ക് ചാടണം. അപ്പൊ ചാടണമെങ്കിൽ എന്ത് വേണം? കണ്ടുണ്ടോ? സ്പോർട്സ് കണ്ടുണ്ടോ നിങ്ങള്? അപ്പൊ എന്ത് വേണം? അല്ല, നീളമുള്ള ഒരു വടി കൊണ്ടുവന്ന്, കോലെടുത്ത് ഒരു സ്റ്റിക്ക് കൊണ്ടുവന്ന് കുത്തി മറിയുകയാണ്. എന്നിട്ട് ആ ബാറിനപ്പുറത്തേക്ക് ചാടും. ആ ചാടുമ്പോ എന്ത് ചെയ്യും? ഈ പിടിച്ച വടി, ഇതാണ് സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം. ഇത് പിടിച്ചിട്ട് വേണം ഇതിനപ്പുറത്തേക്ക് കടക്കാൻ. അപ്പൊ ബോധത്തിലേക്ക് കടന്നു. അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് ഏത്? സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം. ഇതിനാണ് അമ്പലത്തിൽ പോകുന്നത്. മനസ്സിലാവുണ്ടോ? ഇത് ക്ലിയർ ആവാതെ നിങ്ങൾ എത്ര ഭാഗവതം പഠിച്ചിട്ടും കാര്യമില്ല. ഇനി മൂന്നാമത്തത്, ഇത് പറഞ്ഞു തരാൻ വേണ്ടി വന്ന അവതാരമാണ്, അല്ലെങ്കിൽ ഗുരുവും കൂടിയാണ്. ആര്? കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനെ ആരായി കാണണം? ഒരു ഗുരുവായി കാണണം. അതാണ് കൃഷ്ണനും പറയുന്നത്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? 80-ാം അധ്യായം, 80 ഭാഗവതം 80-ാം അധ്യായം. അതൊക്കെ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന്. ഭാഗവതത്തിൽ 80-ാം അധ്യായത്തില് നാൽപ്പത്തിമൂന്നാം ശ്ലോകം, 43. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഗുരുവിന്റെ അനുഗ്രഹം. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും തെറ്റി മനസ്സിലാക്കരുത്. വാട്ട് ഡു യു മീൻ ബൈ ഗുരു അനുഗ്രഹം? ഹൗ ഗുരു ഈസ് ഗോയിങ് ടു ബ്ലെസ് us? നമ്മളിപ്പോ എന്താ ഗുരു അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. അതാണോ ഗുരുവിന്റെ അനുഗ്രഹം? സ്വാമി എന്റെ തലയിലൊന്ന് കൈവെക്കണേ, കാരണം തലയിൽ ഇത്തിരി പേനുണ്ട്.
ഇതാണോ ഗുരുവിന്റെ അനുഗ്രഹം? അല്ലെങ്കിൽ എന്റെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്, തലയിലൊന്ന് കൈവയ്ക്കൂ സ്വാമി, ആ എനർജി കൊണ്ട് തലയിലെ മുടിയെ കൊഴിഞ്ഞു പോരുത്. എന്താണ് വാട്ട് ഇറ്റ് മീൻ? ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ ഗുരു എടുക്കണം എന്നാണോ? ഗുരു പറഞ്ഞാൽ ദ വൺ ഹൂ ക്ലാരിഫൈസ് അവർ ഡൗട്ട്. Guru means the one who clarifies our path. മുന്നോട്ടുള്ള വഴി ക്ലിയർ ആക്കി തരുന്ന ആളാണ് ആര്? ഗുരു. അത്രയുള്ളൂ. അപ്പൊ ഗുരു ഒരു വെളിച്ചമാണ്, ഗുരു ഒരു ലൈറ്റാണ്. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക പറഞ്ഞാൽ യു ആർ സോ ക്ലിയർ അബൌട്ട് യുവർ ലൈഫ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് ക്ലിയർ ആക്കി തരുന്ന ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുരുത്വം നമുക്കുണ്ടാവണം. നൗ ഐ എം വെരി മച്ച് ക്ലിയർ അബൌട്ട് മൈ ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യണം? ക്ലിയർ ആണ്. ഒരു പൂജാമുറിയിൽ ഇരിക്കുമ്പോ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഈ പൂക്കളൊക്കെ വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്? അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓരോ കാര്യം ഞാൻ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്, മനസ്സിലായില്ലേ? ഞാൻ എന്തിനാ ഗീത പഠിക്കുന്നത്, ഭാഗവതം പഠിക്കുന്നത്, ഒക്കെ ക്ലിയർ ആണ് നിങ്ങൾക്ക്. ഈ ക്ലാരിറ്റിയുടെ പേരാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു മീൻസ് ക്ലിയർ വിഷൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. ആ ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നത്തിങ്, നോ ബഡി കൻ എവർ ഡിസൈവ പുമാൻ പൂർണ്ണ പ്രശാന്തി. ജീവിതം എന്തായി മാറി? പൂർണ്ണ പ്രശാന്തി. അപ്പൊ ഇപ്രകാരം അപ്പൊ കൃഷ്ണനെ നമ്മൾ 3 തലത്തിൽ കാണണം. ഏതൊക്കെയാണ് കൃഷ്ണനെ കാണേണ്ടത്? ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ ഭാവത്തിലാണ്? ഒന്ന്, ക്ലിയർ ആണോ പറയുന്നതൊക്കെ? ഏതൊക്കെ? ഗുരുവായി കാണണം, ആത്മാവായി കാണണം, ഉപാസനാമൂർത്തിയായി കാണണം. ഏതൊക്കെയാണ്? ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം. കൃഷ്ണൻ ആരാണ്? ഗുരുവാണ്, ആത്മാവാണ്, ഉപാസനാമൂർത്തിയാണ്. ഇത് മറക്കരുത് നിങ്ങൾ. ഇത് രാമായണത്തിൽ പറയും. അതായത് ഹനുമാൻ സ്വാമി പറയും. ഇത് രാമനോട് പറയാണ്. രാമൻ ചോദിക്കും, ഹനുമാൻ സ്വാമി അങ്ങ് ആരാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ പറയും, അങ്ങക്ക് ഞാൻ ആരാണെന്ന്. അപ്പൊ പറയും, ദേഹബുദ്ധിയാത്തു ദാസോഹം. എനിക്ക് ദേഹബുദ്ധി വരുമ്പോ ഞാൻ അവിടുത്തെ ദാസനാണ്. ജീവബുദ്ധിയാത്തു അംശോഹം. ഞാൻ അവിടുത്തെ അംശമാണ്, അവിടുത്തെ ഒരു അംശമാണ്. പക്ഷെ ആത്മബുദ്ധിയാത്തു ത്വമേവ അഹം എന്നാണ്. എന്താണ്? ആത്മബുദ്ധി വരുമ്പോൾ ഞാനും അങ്ങും ഒന്ന് തന്നെയാണ്. ഈ ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ഭഗവാനെ നമ്മൾ കാണേണ്ടത് ആത്മാവായി, ബോധമായി കാണണം. പിന്നെ ഉപാസനാമൂർത്തിയായിട്ട് കാണണം. എന്താ ഉപാസന? ഇത് നിങ്ങൾ മറന്നാൽ ഞാൻ ശിക്ഷ തരും നിങ്ങൾക്ക്. ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപാസന എന്ന് പറഞ്ഞാൽ എഴുതി വെക്കൂ നിങ്ങൾ. സാലോക്യ അതന്നെ എഴുതി വെക്കൂ. വിട്ടു തരില്ലേ നിങ്ങളെ? 108 പ്രാവശ്യം എഴുതി പഠിക്കൂ നിങ്ങള്. സാലോക്യ, സാരൂപ്യ, സാമീപ്യ, ഇതാണ് ഉപാസന. ഉപാസന എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത്? ഇതാണ് ഉപാസന. അങ്ങനെ ശീലിക്കുമ്പോ മനസ്സ് ക്രമേണ ക്രമേണ നാമത്തിലും പാദത്തിലും ഉറയ്ക്കും. അപ്പൊ സമചിത്തത വരും, മനോബലം വരും. മനോബലമുള്ളവർക്ക് ആരിലേക്ക് എത്താം? പരമാത്മാവിലേക്ക്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇപ്രകാരം ഈ ഒരു ഉപാസനാ സംസ്കാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അപ്പൊ ഇവിടെ ഭഗവാൻ അവതരിച്ച ഉടനെ തന്നെ
ശംഖചക്ര കഥാരൂപങ്ങളൊക്കെ കാണിച്ചു എന്നാണ് കഥ, അല്ലെ? 4 വലിയ രൂപമൊക്കെ എടുത്ത് ശംഖചക്ര കഥാരൂപങ്ങളെ കാണിച്ചു. അപ്പൊ വീണ്ടും നമ്മൾ ചോദിക്കണം, എന്തിനാണ് ഈ ശംഖചക്ര ഗതാരൂപങ്ങൾ? അപ്പൊ സാലൂക്യ സാമീപ്യം എന്നൊക്കെ പറഞ്ഞു, എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഈ കൈകളും അതുപോലെ ആ കൈകളിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? ശംഖചക്ര കൃതാപത്മം. ഇതെല്ലാം ചില തത്വങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇങ്ങനെയുള്ള കൈകളൊന്നും ഉള്ള ദൈവങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത് നിങ്ങൾ. LKG കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാം, 4 കൈകളുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ നോർമലായിട്ടാണോ കാണുക, അബ്നോർമലായിട്ടാണോ? 4 കൈകൾ ഒരു ദൈവത്തിനുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കുട്ടിയിട്ടാണോ കാണുക, അബ്നോർമലായിട്ടാണോ? നിങ്ങൾക്ക് 4 കൈയുള്ള ഒരു കുട്ടി വന്നാൽ നിങ്ങൾ അതിനെ, ആ കുട്ടിയെ വിഷ്ണുവിന്റെ രൂപമായിട്ട് കാണോ, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയോ? 2 എന്ത് ചെയ്യും? 8 കൈകളുള്ള ദേവി വന്നാൽ എങ്ങനെ ബ്ലൗസ് ഇട്ട്, അങ്ങനെയൊന്നും ആലോചിച്ചൂടെ നിങ്ങൾക്ക്? 8 കൈകളിലൂടെ ബ്ലൗസ് കടന്നു പോവോ? പിന്നെ ഇങ്ങനെ ഈ പാവം 8 കൈയൊക്കെ ഭദ്രകാളിക്കൊക്കെ വെച്ചിരിക്കുന്ന ദേവിക്ക് ഇല്ലേ? അറുമുഖൻ 6 തലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കഴുത്തിൽ 6 തല നിൽക്കുവോ? ബ്രഹ്മാവിന് 4 തല. പല്ല് തേച്ചെടുക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ട് ഇല്ലേ? എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ എന്താണ്? 12ാം സ്കന്ധം ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ്. 12, 11, 23 ഇതെല്ലാം 12, 11, 23 അങ്കോപാംഗ ആയുധൈ കൽപ്പൈ. കണ്ടോ? 12ാം സ്കന്ധം 11, 23 അങ്കോ, ഞാൻ ഗീതയല്ലേ പറയുന്നത്, ഭാഗവതാണ്. അങ്കോപാംഗ ആയുധൈ കൽപ്പൈ ഭഗവാൻ ഹരിരീശ്വര ചതുഷ്ടയം വിഭർത്തിസ്വ ചതുർമൂർത്തി ഭഗവാൻ ഹരിരീശ്വര. ഒരേ ഭഗവാൻ നോക്കണോ, ഒരേ ഹരിയുടെ, ഹരി ഇന്നലെ കണ്ടു. ഹരി ആരാണ്? ശരീരിനാം ആത്മാ. ഓർക്കുന്നില്ലേ? 5ാം സ്കന്ധത്തിൽ പറഞ്ഞല്ലോ, ഭഗവാൻ ഹരി എന്ന് പറയുന്നത് ആരാണ്? അതൊക്കെ മറന്നു നിങ്ങൾ ഇത്ര വേഗം. ഹരി എന്ന് പറഞ്ഞാൽ ശരീരിനാം ആത്മാ എന്നൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലേ? പറഞ്ഞെന്നില്ലേ? അതൊക്കെ മറക്കരുത് നിങ്ങള്. പുട്ടുകുറ്റി ആവരുത് മനസ്സ്. എന്താ പുട്ടിന്റെ കുറ്റി? എന്താ പുട്ടിന്റെ കുറ്റി? ഇവിടെയും ഓപ്പൺ. അപ്പൊ എന്താവും? കേട്ടതെല്ലാം മറന്നുപോകണം. അപ്പൊ ഇതൊക്കെ എഴുതി വെക്കണം, പഠിക്കണം. 1000 തവണ ആവർത്തിച്ച് പഠിക്കണം, എന്നാ മറക്കില്ല. അപ്പോ ഇവിടെ പറയുന്നത് അങ്കോപാംഗ ആയുധൈ കൽപ്പൈ എന്നാണ്. കൽപ്പൈ എന്ന് പറഞ്ഞാൽ കൽപ്പനകളാണ്, സങ്കല്പങ്ങളാണ്. അല്ലാതെ അങ്ങനെയുള്ള രൂപങ്ങളൊന്നും ഇവിടെ ഇല്ല. ഹരിരീശ്വര, ഹരിയെ മനസ്സിലാക്കാനായി, അനുഭവിക്കാനായി സങ്കല്പിച്ചിരിക്കുകയാണ്. ഏത്? ഈ അംഗവും ഉപാംഗവും ആയുധവും എല്ലാം. ഇനി 11ാം, അതിൽ തന്നെ 11ാം അധ്യായത്തിന്റെ 2ാം ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. 2ാമത്തെ ശ്ലോകം തന്നെ എടുത്തു നോക്കൂ. ചൊല്ലു. താന്ത്രിക പരിചര്യ. താന്ത്രിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, എന്നാലേ പിടികിട്ടുള്ളൂ. ഈ ഭാഗവതം വെറുതെ വായിക്കരുത്. ഭാഗവതം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് അർത്ഥം ഒരുപാട് കിട്ടും. താന്ത്രിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ താന്ത്രിക പൂജകളാണ്. പരിചര്യ പറഞ്ഞെന്താ? പരിചര്യ പറഞ്ഞതാണ് പൂജകളെയാണ് പരിചര്യ എന്ന് പറയാൻ. അതുകൊണ്ടാണ് പരികർമ്മി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ പൂജ ചെയ്യുന്നതിനെയാണ് പരിചര്യ. താന്ത്രിക പരിചര്യ കേവലം ശ്രീയപ്പതേ. അംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അർത്ഥറിയാതെ വായിക്കണം, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അംഗം എന്ന് പറഞ്ഞാൽ 2 കൈകളും 2 കാലും ഒക്കെ അംഗങ്ങളാണ്. ഉപാംഗം എന്ന് പറഞ്ഞാലോ അഡീഷണൽ കൈകളാണ്.
അഡീഷണൽ തലകളൊക്കെ വന്നാൽ ഉപാംഗങ്ങളായി. ആയുധം, അതിൽ വെച്ചിരിക്കുന്ന ആയുധം, ഇതൊക്കെ കൽപ്പനകളാണ്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. അപ്പൊ എന്തിന്റെ കൽപ്പനകളാണ്? അതൊക്കെ പഠിക്കണം നമ്മള്. ഇതൊന്നും ആരും സിൻസിയറി പഠിക്കില്ല. വെറുതെ പടക്കം പൊട്ടിച്ച പോലെ വായിച്ചു പോവാണ്. നിങ്ങൾ തന്നെ നോക്കൂ, ശ്രദ്ധിക്കാതെ വായിക്കണം. ഇത് ശ്രദ്ധ വെച്ച് വായിക്കണം, എന്നാലേ അർത്ഥം പിടിക്കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വിഷ്ണുവിന് 4 കൈകളും, ആ 4 കൈകളിൽ എന്തൊക്കെയാണ്? അപ്പൊ ഈ 4 കൈകൾ എന്തായിരിക്കണം അതിന്റെ അർത്ഥം? അത് എന്തിന്റെ സങ്കല്പാണ്? എന്തിന്റെ സങ്കല്പായിരിക്കും 4 കൈകള്? പുരുഷാർത്ഥം. അതാണ് പിടികിട്ടേണ്ടത്. അപ്പൊ അവിടെയാണ് നമ്മൾ നാരായണീയത്തിലെ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അപ്പൊ ബ്രഹ്മതത്വത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? പുരുഷാർത്ഥം വേണം. ബ്രഹ്മത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക്, അപ്പൊ എന്താ പുരുഷാർത്ഥം? പുരുഷാർത്ഥം എന്താണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷം. അപ്പൊ ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിന്റെ പ്രതീകമാണ് 4 കൈകൾ. എന്താണ് 4 കൈകള്? ധർമാർത്ഥ കാമ മോക്ഷത്തിന്റെ പ്രതീകമാണ്. ഇനി ഓരോ കൈകളിൽ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മള് ധർമ്മത്തിന്റെ പ്രതീകമായ കൈകളിൽ വെച്ചിരിക്കുന്നത് ശംഖാണ്. ഇടത് കൈയിലെ ശംഖ് ധർമ്മത്തിന്റെ പ്രതീകമായ കയ്യിലുള്ളതാണ്. അതെന്താണ് നമ്മൾ ചെയ്യുന്ന ധർമ്മം? ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഏറ്റവും വലിയ ധർമ്മം എന്തായിരിക്കും? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മം, അയ്യോ നിങ്ങൾ കൂടെ വരുന്നേയില്ല. ആരോ പറഞ്ഞു. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ധർമ്മത്തിന് 4 കാലുകളാണെന്ന്. തപസ്സാണ് ഏറ്റവും വലിയ ധർമ്മം. എന്താണ്? തപസ്സാണ്. അപ്പൊ എന്ത് തപസ്സാണ് ചെയ്യേണ്ടത്? ജപ അനുഷ്ഠാനമാണ്. ഏതാണ്? ഒരാളുടെ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ജപമാണ്. അതിന്റെ പ്രതീകമാണ്, പ്രണവത്തിന്റെ പ്രതീകമാണ് പാഞ്ചജന്യം. എന്ത് വേണം? ഡെയിലി ജപിക്കണം. ജപമാണ് ഏറ്റവും വലിയ തപസ്. തപസ്സിൽ വെച്ച് ഏറ്റവും വലിയ തപസ് ജപം തന്നെയാണ് തപസ്. ഭാഗവതം പ്രഥമസ്കന്ധം 2-6 ഫസ്റ്റ് വോള്യം. കിതാബുണ്ടോ? ഉണ്ടാവില്ല. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരദോക്ഷതേ അഹൈതുക്യാ പ്രതിഗത ഏയാത്മാ സംപ്രസീദതി. ഭാഗവതം പ്രഥമസ്കന്ധം. ആരെങ്കിലും പുസ്തകമുണ്ടോ? 2-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകം. കിട്ടിയോ? ഏതാ ശ്ലോകം? ചൊല്ലൂ. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരദോക്ഷതേ. സവൈ പുംസാം, അതാണ് പുംസാം. പുംസം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനുഷ്യൻ. പുംസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ. പരോധർമ്മോ, പരോധർമ്മം എന്ന് പറഞ്ഞാൽ പരമധർമ്മം. പരോധർമ്മം എന്ന് പറഞ്ഞാൽ പരമധർമ്മം. എന്താണ് വേണ്ടത്? ഭക്തി അദോക്ഷതേ. എന്താണ്? അദോക്ഷജനിൽ ഭക്തി ഉണ്ടാവുക. അപ്പൊ ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജപം വേണം. അപ്പൊ എപ്പോഴും കൊണ്ടു നടക്കാൻ മനസ്സിലൊരു മന്ത്രജപം വേണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് തപസ്സാവുള്ളൂ. തപസ്സുണ്ടെങ്കിലേ ശുചിത്വമുള്ളൂ. ശുചിത്വമുണ്ടെങ്കിലേ ദയയുള്ളൂ. ദയുണ്ടെങ്കിലേ സത്യമുള്ളൂ. അതാണ് തപസ് ശൗചം ദയാ സത്യം ഇതി പാദാ പ്രകൃതിത എന്ന് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ 17-ാമത്തേത്തിൽ 23-ാം ശ്ലോകത്തിൽ പറയുന്നു. 4 പാദങ്ങളുണ്ട്. പോട്ടെ, ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി വീണ്ടും അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പോ
ഇവിടെ 4 കൈകളിൽ ഒന്ന് ശംഖ് നാമത്തിന്റെ പ്രതീകമാണ്, ഓങ്കാരത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ക്ഷേത്രം തുറക്കുന്നതിനൊക്കെ ആദ്യം ശംഖ് വിളിക്കുന്നത്, ഓങ്കാരം, പ്രണവം. അപ്പൊ ഡെയിലി എന്ത് ചെയ്യണം? ഓങ്കാരവും ജപമൊക്കെ ചെയ്യണം. അപ്പൊ ഓങ്കാരവും ജപമൊന്നും ഇല്ലെങ്കിൽ നിങ്ങള് ഒരു തപസ്സും ഇല്ല. വെറുതെ അമ്പലത്തിൽ പോയി സമയം കളയരുത്. ഇപ്പൊ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് എന്ത് ചെയ്യണം? ജപവും ഓങ്കാരവും ഒക്കെ ചൊല്ലി ശീലിക്കണം നമ്മള്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നതാണ്. ഇനി രണ്ടാമത്തെ കൈ, താഴെയുള്ള കൈയിലുള്ളത് ഗദയാണ്. അപ്പൊ ധർമ്മം കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? പുരുഷാർത്ഥത്തിൽ ധർമ്മം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. കർമ്മത്തിലൂടെ മാത്രമേ അർത്ഥം കിട്ടുള്ളൂ. അതിന് പണിയെടുക്കുക തന്നെ വേണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ എങ്ങനെ പണിയെടുക്കണം? കർമ്മയോഗം ചെയ്യണം. എന്താ കർമ്മയോഗം ചെയ്യുക പറഞ്ഞാൽ? കർമ്മയോഗം എന്ന് പറയുന്നത് സാധാരണ ഒരാൾ കർമ്മം ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഞാനത് ചെയ്യുന്നു എന്നുള്ള അഹന്തയിലായിരിക്കും. എന്നാൽ ആര് ഒരു കാര്യത്തിൽ മനസ്സർപ്പിക്കുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ, അതിന്റെ പേര് കർമ്മയോഗം എന്നാണ്. സോ വെൻ യു എൻജോയ് ദ വർക്ക്, ദാറ്റ് ഈസ് കർമ്മയോഗം. ബട്ട് വെൻ യു ആർ ഫോഴ്സ്ഫുള്ളി ഡൂയിങ് സംതിങ്, ദാറ്റ് ഈസ് കർമ്മം. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യണോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം ഒടുക്കത്തെ കർമ്മം. എന്നാൽ നിങ്ങളത് ആസ്വദിക്കുകയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർമ്മയോഗം. കാരണം നിങ്ങൾ ആ സമയം പോകുന്ന പോലും അറിയില്ല. ചിലർ ആസ്വദിക്കുക എങ്ങനെ അറിയോ? എന്നിട്ട് എന്തായി, ഇവിടെ എന്ത് വയ്ക്കും, അങ്ങനെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല വ്യത്യാസം. ചെയ്യുന്ന കാര്യത്തിൽ എൻജോയ് ചെയ്യണം, അല്ലേ? ഇപ്പൊ പിന്നെ പടിയൊന്നും വെക്കണ്ട. കുടുക്കനുണ്ട് ഈ സാധനമൊക്കെ ചിലരൊക്കെ ഇയർഫോണൊക്കെ വെച്ച് എന്നിട്ട് എന്തായി, ഇവിടെ സാമ്പാർ ഉണ്ടാക്കുക. അവസാനം സാമ്പാറല്ല, ഓലനാ വരിക. എന്തൊക്കെയാ വാരിയിട്ട് ദൈവത്തിനെ അറിയുള്ളൂ. അപ്പൊ ബോധമില്ലാത്ത പണി ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? കർമ്മമല്ല ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം? ആ ചെയ്യുന്ന കാര്യം ആസ്വദിക്കണം. ആ ചെയ്യുന്ന കാര്യം ആസ്വദിക്കൽ അത്ര എളുപ്പമല്ല. കാരണം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയും. അതിനൊക്കെ പരിശീലിപ്പിച്ചെടുക്കണം മൈൻഡിന്. അപ്പൊ രണ്ടാമത്തത് അതിന്റെയാണ് ഗദ. ഗദ കർമ്മത്തിന്റെ പ്രതീകാണ്. ഗദ കർമ്മത്തിന്. മൂന്നാമത്തെ എന്താണ്? ധർമ്മ, അർത്ഥ, കാമത്തിന്റെ പ്രതീകാണ്. താമര എന്ന് പറയുന്നത്. കാമം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തൃപ്തി, സുഖമൊക്കെയാണ്, അല്ലേ? ആണോ? അപ്പൊ നമ്മളിപ്പോൾ കാമത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, മനസ്സിന്റെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, മനസ്സിനല്ല സമാധാനം കൊടുക്കേണ്ടത്, അത് അപകടമാണ്. നമ്മൾ ഏതിൽ സമാധാനം കണ്ടെത്തണം? കൂടെ വന്നില്ലേ, മറന്നു അതൊക്കെ നിങ്ങൾ. സമാധാനവും സന്തോഷമൊക്കെ ഏതിൽ കണ്ടെത്തണം? സാധനയിൽ കണ്ടെത്തണം. ഇതാണ്. അപ്പൊ എന്താ വേണ്ടത്? ദിവസവും കുറച്ചു നേരം സാധന. അപ്പൊ എന്താ സാധന എന്ന് പറഞ്ഞാൽ? ഉപാസന. എന്താ ഉപാസന പറഞ്ഞാൽ? 108 പ്രാവശ്യം നാളെ എഴുതിയില്ലേ ശരികളെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. സാലോക്യ, സാരൂപ്യ, സാമീപ്യ, ഇതാണ് ഉപാസന. ഇത് പരിശീലിക്കണം. അപ്പൊ മനസ്സെന്താവും? സമചിത്തമാവും. എന്തായിരിക്കും? സമചിത്തമാവും. സമചിത്തമാവുന്നതിന്റെ പ്രതീകാണ് താമര. എന്താണ്? താമരപ്പൂ. താമരപ്പൂ അതിൽ വെള്ളം പറ്റിയാലും അത് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, സോക്കഡ് ആവുന്നില്ല. അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടാതിരിക്കണമെങ്കിൽ മനസ്സെന്താവണം? സമചിത്താവണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് മാറ്റാനുള്ള എബിലിറ്റി, സ്ട്രെങ്ത്, ആ കൺട്രോൾ ഉണ്ടാവണം. നമ്മള് കാറിന്റെയും ബസ്സിന്റെയൊക്കെ വൈപ്പർ പോലെ മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെന്ത് ചെയ്യും? ഈ വൈപ്പർ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുമ്പം അതിൽ പറ്റിപ്പിടിക്കുന്ന
വെള്ളത്തെ അതിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെ ശ്രദ്ധ ഒരു പ്രശ്നത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കാൻ നമുക്കപ്പം ഉള്ളിൽ റിയലൈസേഷൻ വരണം. ഓ, ഞാനിത് വെറുതെ ചൂസ് ചെയ്യാണ്, ഞാനിത് വെറുതെ ചിന്തിക്കുകയാണ്, ലെറ്റ് മീ തിങ്ക് സംതിങ് എൽസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. യു ഡ്രോപ്പ് ഇറ്റ്, യു ഇഗ്നോർ ഇറ്റ്, മൂവ് ഇറ്റ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആ ശ്രദ്ധ വരണമെങ്കിൽ ഈ ഉപാസന ചെയ്യണം. ഇപ്പൊ ഉപാസന ചെയ്ത് എന്തുവരും? സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് വരും. സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സമചിത്തത. എന്തുവരും? ആ സമചിത്തത വന്നാൽ താമര വിടർന്നു, മനസ്സ് വിടർന്നു. ഇപ്പൊ നമ്മുടെ മനസ്സെങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ മനസ്സങ്ങനെ വിടരാതിരിക്കുകയാണ്, കൂമ്പിയിരിക്കുകയാണ്. അതിനെ വിടർത്തണം. അതിനാണ് ഉപാസന. അങ്ങനെ ഒരാൾ സാധിച്ചാൽ സുദർശനത്തിലെത്തി. സുദർശനം എന്നത് മോക്ഷചക്രമാണ്. എന്താണ് സുദർശനം? സുദർശനം, സുദർശനം. ആ ചക്രത്തിന്റെ പേര് സുദർശനം. എന്താണ് ദർശനം? ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുക. എന്തിനെയാണ് കാണേണ്ടത്? പോയി ചായ ഒഴിച്ചിട്ട് വരും. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം.